ഹലോ കൂട്ടുകാരെ, പഴം വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതെങ്ങനെയാണ് കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഏത്തപ്പഴം കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ട നമ്മുടെ ആ 4 മണി പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നെയ്യോ എണ്ണയോ ഒഴിച്ചതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പഴം. അപ്പം ഞാനിവിടെ എണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് എടുത്താൽ മതി കേട്ടോ. നെയ്യാണ് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നെയ്യും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഈ പഴം ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുക്കണമെന്ന് വെച്ചാൽ അതിങ്ങനെ പഴം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുന്ന ആ ഒരു പരുവാവണേ. അതുവരെ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ഉടച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു പഴത്തിന് 6 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വെള്ള റവയാണ് എടുത്തിരിക്കുന്നത്. 6 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ നമ്മുടെ ആ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ റവയൊക്കെ ഒന്ന് വറുത്തതായിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ റവയും കൂടി നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പോളം ഉണ്ടായിരിക്കും കേട്ടോ തേങ്ങ. പിന്നെ ഒരു അര കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം അതിപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ആ ഒരു കട്ടിയാകുന്നിടം വരെ നമ്മുടെ പാലും ആ റവയും തേങ്ങയും പഴവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നമുക്ക് ഈ പരുവെന്ന് പറഞ്ഞാൽ കയ്യിലെടുത്താൽ ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പരുവത്തിലാണ് അത് വേണ്ടത്. അതേ പാനിലോട്ട് തന്നെ വറുക്കാനുള്ള എണ്ണ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താണെങ്കിലും എടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഒരുപാട് എണ്ണ വേണ്ടാത്തവർക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഓൾറെഡി അതെല്ലാം വെന്തതാണ് അതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടപ്പെടും. അതിങ്ങനെ നല്ല കളറൊക്കെ ചേഞ്ച് ആയിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ അതെടുത്ത് വെച്ചിരിക്കുന്ന കയ്യിലിങ്ങനെ ലഡു ഉരുട്ടുന്ന പോലെ നല്ലപോലെ റൗണ്ട് പരുവത്തിലൊന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് എണ്ണയിലോട്ടിട്ട് ഇതുപോലെ തവി കൊണ്ട് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കളർ ചേഞ്ചായി പോകും പഴമായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി മൊത്തം സൈഡ് നല്ല ഗോൾഡൻ നിറമാകുന്നിടം വരെ ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.